സോഡ ലൈം അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. സോഡ ലൈം ഗ്ലാസിൻ്റെ മറ്റൊരു പേരാണ് സോഫ്റ്റ് ഗ്ലാസ്. ഇതിൻ്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? സിലിക്ക അല്ലെങ്കിൽ സാൻഡ്, കാൽസ്യം കാർബണേറ്റ്, സോഡ ആഷ്. അപ്പോൾ സോഡ ലൈം ഗ്ലാസിൻ്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആണ് സിലിക്ക അല്ലെങ്കിൽ സാൻഡ്, കാൽസ്യം കാർബണേറ്റ്, സോഡ ആഷ് എന്നിവ. ഈ ഗ്ലാസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സോഫ്റ്റ് ഗ്ലാസ്. ഈ ഗ്ലാസിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് Na2O CaO 6SiO2. Na2O CaO 6SiO2. ഇനി ഇതിന് വില കുറവാണ്, കോസ്റ്റ് കുറവാണ്, അതുപോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇത് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യുന്നൊരു ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചൂടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഇത് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യുന്നൊരു ഗ്ലാസ് ആണ്. അതുപോലെ ആസിഡ് പോലെയുള്ള കോമൺ റിയേജൻസിൻ്റെ അറ്റാക്ക് ഇത് ബാധിക്കുന്നതാണ്. ഈ ഗ്ലാസ്സിന് ഇറ്റ് ഈസ് അറ്റാക്ഡ് ബൈ കോമൺ റിയേജൻസ് ലൈക്ക് ആസിഡ്സ്. സോഡ ലൈം ഗ്ലാസ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് സോഫ്റ്റ് ഗ്ലാസ്. ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? സിലിക്ക അല്ലെങ്കിൽ സാൻഡ്, കാൽസ്യം കാർബണേറ്റ്, സോഡ ആഷ്. അതുപോലെ ഇതിന് കോസ്റ്റ് കുറവാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇത് ആസിഡ് റെസിസ്റ്റൻ്റ് അല്ല. ഇറ്റ് ഈസ് അറ്റാക്ഡ് ബൈ കോമൺ റിയേജൻസ് ലൈക്ക് ആസിഡ്സ്. അതുപോലെ ഇത് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചൂടാക്കിയിട്ട് വേറെ ഫോമിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മൾ നോക്കിയാൽ മതി. കെമിക്കൽ സ്റ്റെബിലിറ്റിയോ ടെമ്പറേച്ചർ റെസിസ്റ്റൻസോ ഒന്നും വേണ്ടാത്തിടത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് വിൻഡോ ഗ്ലാസ്, ഇലക്ട്രിക് ബൾബ്, പ്ലേറ്റ്, ഗ്ലാസ്, ബോട്ടിൽ, ജാറ്, ബിൽഡിംഗ് ബ്ലോക്സ്, ചീപ്പർ ടേബിൾ വെയേഴ്സ്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്. അതായത് അവിടെ കെമിക്കൽ സ്റ്റെബിലിറ്റി ഒന്നും വേണ്ട, ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഒന്നും വേണ്ട, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലാണ് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? വിൻഡോ ഗ്ലാസ്, ഇലക്ട്രിക് ബൾബ്, പ്ലേറ്റ്, ഗ്ലാസ്, ബോട്ടിൽ, ജാറ്, ബിൽഡിംഗ് ബ്ലോക്സ്, ചീപ്പർ ടേബിൾ വെയർ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനാണ് സോഡ ലൈം ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. സേഫ്റ്റി ഗ്ലാസ്. സേഫ്റ്റി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 2 or 3 ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് ഗ്ലാസ് എടുക്കും. ഈ ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് ഗ്ലാസ്സിനിടയിൽ തിൻ ലെയർ ഓഫ് വിനൈൽ പ്ലാസ്റ്റിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം 2 or 3 എന്തെടുക്കും? ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് ഗ്ലാസ് എടുക്കും. ഗ്ലാസ് ഷീറ്റിനിടയിൽ എന്ത് വയ്ക്കും? തിൻ ലെയർ ഓഫ് വിനൈൽ പ്ലാസ്റ്റിക് നമ്മൾ വയ്ക്കും. ഈ വിനൈൽ പ്ലാസ്റ്റിക് വെച്ച ലെയേഴ്സ്, അതായത് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഇപ്പോൾ എന്തൊക്കെയാണ്? ഗ്ലാസ്, വിനൈൽ പ്ലാസ്റ്റിക്, ഗ്ലാസ്, വിനൈൽ പ്ലാസ്റ്റിക്, ഗ്ലാസ്, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഈ ലെയേഴ്സ് എടുത്തിട്ട് ഇതിനെ പ്രഷർ അപ്ലൈ ചെയ്യും. പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ എന്നാ കിട്ടും നമുക്ക്? ഗ്ലാസ് ലെയേഴ്സിനിടയ്ക്ക് പ്ലാസ്റ്റിക് ലെയേഴ്സ് മെർജായിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ നമുക്ക് കിട്ടും. അപ്പം ഗ്ലാസ് ലെയേഴ്സിനിടയ്ക്ക് പ്ലാസ്റ്റിക് ലെയേഴ്സ് മെർജായി ഒരു സാൻഡ്വിച്ച് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ കൂൾ ചെയ്താൽ എന്താവും? ഗ്ലാസ് ടഫായിട്ട് മാറും. ഈ ഗ്ലാസ് പൊട്ടിയാലും എന്താ പ്രത്യേകത? ഈ ഗ്ലാസ് പൊട്ടിയ പീസസ് തെറിച്ചു പോകത്തില്ല. കാരണം ഇടയ്ക്ക് എന്തുണ്ട്? പ്ലാസ്റ്റിക് ഉണ്ട്. ഇന്നർ പ്ലാസ്റ്റിക് ലെയർ ഈ പീസുകളെ ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത്. 2 or 3 ഗ്ലാസിൻ്റെ ലെയർ എടുക്കുക. അതിനിടയ്ക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും? തിൻ ലെയർ ഓഫ് വിനൈൽ പ്ലാസ്റ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ അടങ്ങിയിരിക്കുന്ന ഈ ലെയേഴ്സിനെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യും. പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എന്ത് കിട്ടും നമുക്ക്? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ നമുക്കൊരു സാൻഡ്വിച്ച് പോലെ, അതായത് ഗ്ലാസ് ലെയേഴ്സ് ഉണ്ട്, ഇടയ്ക്ക് പ്ലാസ്റ്റിക് ലെയേഴ്സ് ഉണ്ട്. ഇനി ഈ സാധനത്തിനെ നമ്മൾ കൂൾ ചെയ്താൽ ടഫായിട്ടുള്ള ഗ്ലാസ് കിട്ടും. ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താ? ഇത് പൊട്ടിയാലും ബ്രോക്കൺ പീസസ് തെറിച്ചു പോകത്തില്ല. പ്ലാസ്റ്റിക് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തും. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബ്രോക്കൺ പീസ് തെറിച്ചു പോകാതിരിക്കേണ്ടത് എവിടെയാണ് ശരിക്കും ആവശ്യമുള്ളത്? ഓട്ടോമൊബൈൽസിലും എയ്റോപ്ലെയിൻ ഇൻഡസ്ട്രിയിലുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. വിൻഷീൽഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽസിലും എയ്റോപ്ലെയിൻ ഇൻഡസ്ട്രിയിലുമാണിത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൈറക്സ് ഗ്ലാസ്. ഇത് ഹാർഡ് ഗ്ലാസ് ആണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ മറ്റൊരു പേരാണ് പൈറക്സ് ഗ്ലാസ്. ഇത് ഹാർഡ് ഗ്ലാസ് ആണ്. ഇതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ അടങ്ങിയിരിക്കുന്നത്? സിലിക്കയും ബോറോണുമാണ്. സിലിക്കയും ബോറോണുമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. സ്മോൾ എമൗണ്ട് ഓഫ് അലുമിനിയം, സം ആൽക്കലി ഓക്സൈഡ്സും ഉണ്ട്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിന് തെർമൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ വളരെ കുറവാണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ പ്രത്യേകതയാണ് തെർമൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ കുറവാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താ? ടെമ്പറേച്ചർ വേരിയേഷൻ വന്നാലും അതിന് എക്സ്പാൻഷനും കൺട്രാക്ഷനും വളരെ കുറവായിരിക്കും. സോ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിന് തെർമൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ കുറവാണ്. കെമിക്കൽ റെസിസ്റ്റൻസ് കൂടുതലാണ്.
ഹൈ കെമിക്കൽ റെസിസ്റ്റൻസ് ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ മറ്റൊരു പ്രത്യേകത. സോ ലോ തെർമൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ആണ്, ഹൈ കെമിക്കൽ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ എക്സലൻറ്റ് റെസിസ്റ്റിവിറ്റി ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതിന് എക്സലൻറ്റ് റെസിസ്റ്റിവിറ്റി ആണ്. ഇത് ഷോക്ക് പ്രൂഫ് ആണ്. ഇത് യൂസ് ചെയ്യുന്ന എവിടേക്കാണെന്ന് നോക്കാം. ഇനി കൊറോസീവ് ലിക്വിഡ്സിൻ്റെ പൈപ്പ് ലൈൻ ഉണ്ടാക്കാൻ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. കൊറോസീവ് ലിക്വിഡ്സിൻ്റെ പൈപ്പ് ലൈനിന് വേണ്ടി ഗേജ് ഗ്ലാസസ്, അതുപോലെ ലാബോറട്ടറി അപ്പാരറ്റസ്, സുപ്പീരിയർ ലാബോറട്ടറി അപ്പാരറ്റസ് ഒക്കെ ഉണ്ടാക്കുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വെച്ചിട്ടാണ്. കെമിക്കൽ പ്ലാന്റ്സിൻ്റെ ആർക്കിടെക്ചറിന് വേണ്ടി, കെമിക്കൽ പ്ലാന്റ്സിൻ്റെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ ട്യൂബ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. കിച്ചൺ വെയേഴ്സ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സും ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. സോ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൈറക്സ് ഗ്ലാസ്. ഇതൊരു തരം ഹാർഡ് ഗ്ലാസ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? സിലിക്കയും ബോറോണുമാണ് ഉള്ളത്. അതുപോലെ സ്മോൾ എമൗണ്ട്സ് ഓഫ് അലുമിന, അതുപോലെ ആൽക്കലി ഓക്സൈഡ്സ് ഉണ്ട്. ലോ തെർമൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഹൈ കെമിക്കൽ റെസിസ്റ്റൻസ് ആണ്. പിന്നെ എക്സലൻറ്റ് റെസിസ്റ്റിവിറ്റി ആണ്, ഷോക്ക് പ്രൂഫ് ആണ്. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കൊറോസീവ് ലിക്വിഡ്സിൻ്റെ പൈപ്പ് ലൈൻ, ഗേജ് ഗ്ലാസസ്, സുപ്പീരിയർ ലാബോറട്ടറി അപ്പാരറ്റസ്, കിച്ചൺ വെയേഴ്സ്, കെമിക്കൽ പ്ലാന്റ്സ്, ടെലിവിഷൻ ട്യൂബ്, അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിലാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കളേർഡ് ഗ്ലാസ് പഠിക്കാനുണ്ട്. കളേർഡ് ഗ്ലാസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്റ്റെയിൻഡ് ഗ്ലാസ്. കളേർഡ് ഗ്ലാസിൻ്റെ പേരാണ് സ്റ്റെയിൻഡ് ഗ്ലാസ്. നമ്മൾ പഠിച്ചു ഗ്ലാസ് മാനുഫാക്ചറിങ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഗ്ലാസ് മാനുഫാക്ചറിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസിൽ ആ മോൾട്ടൺ സ്റ്റേറ്റിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നുണ്ട്? മെറ്റാലിക് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കളേഴ്സ് ആഡ് ചെയ്യുന്നത്. മെറ്റൽ അയോൺസ് ചില വേവ് ലെങ്ത്, ലൈറ്റിൻ്റെ ചില സർട്ടൺ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മെറ്റീരിയൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഏത് മെറ്റലാണോ അതനുസരിച്ചായിരിക്കും അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ്. സോ മെറ്റൽ അയോൺസ് സർട്ടൺ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് കളർഫുള്ളായിട്ട് അപ്പിയർ ചെയ്യുന്നത്. ഇനി നമുക്ക് 3 തരത്തിലാണ് ബേസിക്കലി ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ മോൾട്ടൺ ഫേസിൽ മെറ്റാലിക് സോൾട്ട് ആഡ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഫോർമേഷൻ വഴി കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഫോർമേഷൻ വഴി കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് ഒരുതരം ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതറിയപ്പെടുന്ന പേരാണ് സ്ട്രൈക്കിംഗ് കളേഴ്സ്. അപ്പം കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഫോർമേഷൻ വഴി കളർ ഫോം ചെയ്താൽ അതാണ് സ്ട്രൈക്കിംഗ് കളേഴ്സ്. ഗോൾഡ് ആണ് കളറിൻ്റെങ്കിൽ റൂബി റെഡ് കളർ കിട്ടും. ഇപ്പം റൂബി റെഡ് കളർ കിട്ടുന്ന കളറിൻ്റെ ഏതാണ്? ഗോൾഡാണ്. അതുപോലെ പിങ്ക് ടു ഇൻറ്റൻസ് റെഡ് കളറിനാണെങ്കിൽ സെലീനിയം ആണ് പിഗ്മെൻറ്റ്. സെലീനിയം പിഗ്മെൻ്റ് ആണെങ്കിൽ പിങ്ക് ടു ഇൻറ്റൻസ് റെഡ്. മൂന്നാമതൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കളേർഡ് പാർട്ടിക്കിൾസ് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ കളർ ചെയ്യുന്ന ഗ്ലാസ്സാണ് മിൽക്ക് ഗ്ലാസ്. മിൽക്ക് ഗ്ലാസ്സിനകത്ത് ടിൻ ഓക്സൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. മിൽക്ക് ഗ്ലാസ്സിൽ ആഡ് ചെയ്യുന്ന കളർ ഏതാണ്? ടിൻ ഓക്സൈഡ്. അതുപോലെ സ്മോക്ഡ് ഗ്ലാസും ഈ മൂന്നാമത്തെ അഡീഷൻ ഓഫ് കളേർഡ് പാർട്ടിക്കിൾസിന് എക്സാമ്പിളാണ് സ്മോക്ഡ് ഗ്ലാസ്. അപ്പോൾ കളേർഡ് ഗ്ലാസ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് സ്റ്റെയിൻഡ് ഗ്ലാസ്. ഗ്ലാസിൻ്റെ മാനുഫാക്ചർ ടൈമിൽ നമ്മൾ മെറ്റാലിക് സോൾട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഫോർമേഷനാണ്. അത് ആ മെത്തേഡ് അറിയപ്പെടുന്ന പേരാണ് സ്ട്രൈക്കിംഗ് കളേഴ്സ്. ഗോൾഡ് ആണെങ്കിൽ റൂബി റെഡ് കളറും സെലീനിയം ആണെങ്കിൽ പിങ്ക് ടു ഇൻറ്റൻസ് റെഡും. മൂന്നാമത്തെ മെത്തേഡാണ് അഡീഷൻ ഓഫ് ഓൾറെഡി കളേർഡ് പാർട്ടിക്കിൾസ്. അതിലൊരെണ്ണമാണ്, അതിന് എക്സാമ്പിളാണ് മിൽക്ക് ഗ്ലാസ്. മിൽക്ക് ഗ്ലാസ്സിനകത്ത് ടിൻ ഓക്സൈഡാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ സ്മോക്ഡ് ഗ്ലാസും ഇതിന് എക്സാമ്പിളാണ്. ശരിക്കും മെറ്റാലിക് സോൾട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മെറ്റൽ അയോൺസ് ചില വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യുവാണ് ചെയ്യുന്നത്. അന്നേരം എന്താണ്? കളേഴ്സ് അപ്പിയർ ചെയ്യുവാണ് ചെയ്യുന്നത്. ഫോട്ടോസെൻസിറ്റീവ് ഗ്ലാസ്. ഫോട്ടോസെൻസിറ്റീവ് ഗ്ലാസ് അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ഫോട്ടോ സ്ട്രക്ചറബിൾ ഗ്ലാസ് അല്ലെങ്കിൽ ഫോട്ടോ മെഷീനബിൾ ഗ്ലാസ്. ഇപ്പോൾ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസിൻ്റെ മറ്റ് പേരുകൾ ഫോട്ടോ സ്ട്രക്ചറബിൾ ഗ്ലാസ്, ഫോട്ടോ മെഷീനബിൾ ഗ്ലാസ്. ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ലിത്തിയം സിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് ഈസ് മെയ്ഡ് ഫ്രം ലിത്തിയം സിലിക്കേറ്റ് ഗ്ലാസ്. ലിത്തിയം സിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മറ്റ് കമ്പോണൻസും കാണും. എന്ന് വെച്ചാൽ സെറിക് ഓക്സൈഡ്, സിൽവർ ഓക്സൈഡ്, ആൻറ്റിമണി ട്രയോക്സൈഡ്, ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളും ഇതിനകത്ത് കാണും. സോ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് ഉണ്ടാക്കുന്നത് ഇറ്റ്സ് മെയ്ഡ് ഫ്രം ലിത്തിയം സിലിക്കേറ്റ് ഗ്ലാസ് ആൻഡ് കണ്ടെയ്ൻ കോമ്പോണൻറ്റ്സ് സച്ച് ആസ്
സെറിക് ഓക്സൈഡ്, സിൽവർ ഓക്സൈഡ്, ആൻറ്റിമണി ട്രയോക്സൈഡ് ഇതൊക്കെ ഇതിനകത്ത് കാണും. ഇനി എന്താണ് ഈ ഫോട്ടോസെൻസിറ്റീവ് ഗ്ലാസ്? അൾട്രാവയലറ്റ് ലൈറ്റ് എക്സ്പോസ്ഡ് ആയാൽ, യു വി ലൈറ്റ്, അൾട്രാവയലറ്റ് ലൈറ്റ് എക്സ്പോസ്ഡ് ആയാൽ ഗ്ലാസ് ക്രിസ്റ്റലൈസ്ഡ് ആവും. എവിടെയാണോ എക്സ്പോസ്ഡ് ആവുന്നത് അവിടെ ഗ്ലാസ് ക്രിസ്റ്റലൈസ്ഡ് ആവും. ക്രിസ്റ്റലൈസേഷൻ കഴിഞ്ഞാൽ അതിലൊരു പാറ്റേൺ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അൾട്രാവയലറ്റ് ലൈറ്റ് എക്സ്പോസ്ഡ് ആയാൽ ഗ്ലാസ് ക്രിസ്റ്റലൈസ്ഡ് ആവും. ഈ ഗ്ലാസ് ക്രിസ്റ്റലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്ന കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാറ്റേൺ പെർമനൻറ്റ് പാറ്റേൺ ആയിട്ട് ഡെവലപ്പ് ആവും. ഇങ്ങനത്തെ ഗ്ലാസ് ആണ് ഫോട്ടോസെൻസിറ്റീവ് ഗ്ലാസ് എന്ന് പറയുന്നത്. സോ ഫോട്ടോസെൻസിറ്റീവ് ഗ്ലാസിൻ്റെ മറ്റ് പേരുകളാണ് ഫോട്ടോ സ്ട്രക്ചറബിൾ ഗ്ലാസ്, ഫോട്ടോ മെഷീനബിൾ ഗ്ലാസ്. എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ലിഥിയം സിലിക്കേറ്റ് ഗ്ലാസ്സിൽ നിന്നാണ്. ഇറ്റ് കണ്ടെയ്ൻ കോമ്പോണൻറ്റ്സ് സച്ച് ആസ് സെറിക് ഓക്സൈഡ്, സിൽവർ ഓക്സൈഡ് ആൻഡ് ആൻറ്റിമണി ട്രയോക്സൈഡ്. എന്താ സാധനം? ഫോട്ടോസെൻസിറ്റീവ് ഗ്ലാസ് നമ്മൾ യു വി ലൈറ്റിന്, അൾട്രാവയലറ്റ് ലൈറ്റിന് എക്സ്പോസ്ഡ് ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗ്ലാസ് ക്രിസ്റ്റലൈസ്ഡ് ആവും. ക്രിസ്റ്റലൈസ്ഡ് ആയ ഗ്ലാസ്സിൽ പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ക്രിസ്റ്റലൈസേഷൻ കഴിഞ്ഞാൽ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ പാറ്റേൺ പെർമനൻറ്റ് പാറ്റേൺ ആയിട്ട് ഡെവലപ്പ് ആവും. ഇനി ഫോട്ടോസെൻസിറ്റീവ് ഗ്ലാസിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെ യൂസസ് എന്തൊക്കെയാണ്? ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആർക്കിടെക്ചർ, ജുവലറി, ഫോട്ടോഗ്രാഫി, ആർക്കിടെക്ചർ, ജുവലറി, പിന്നെ വിൻഡോ പെയിൻസ്, ഫോട്ടോ ലിത്തോഗ്രഫി, ആനോഡിക് ബോണ്ടിങ്. ഇത്രയുമാണ് ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫി, ജുവലറി, ആർക്കിടെക്ചർ, വിൻഡോ പെയിൻ, ഫോട്ടോ ലിത്തോഗ്രഫി, ആനോഡിക് ബോണ്ടിങ്.